വയനാട് മേപ്പാടി കള്ളാടി ആനക്കാമ്പൊയിൽ ഇരട്ട തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി യന്ത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ആനക്കാമ്പൊയിലും കള്ളടിയിലും ഒരേ സമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മേപ്പാടി, കള്ളാടി, ആനക്കാമ്പൊയിൽ ഇരട്ട തുരങ്കപാത വയനാടിന്റെ വികസന സ്വപ്നങ്ങളിലേക്ക് കൂടിയാണ് ചിറക് വിരിക്കുന്നത്. തുരങ്കപാത നല്ലൊരു സ്വപ്ന പദ്ധതിയാണ്. ഞാൻ ചുരമലുള്ള ആളാണ്. ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ ഒരു അസുഖം വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ശരിക്കുള്ള കോളേജില്ല, മാനന്തവാടി പോകണം. ആ മാനന്തവാടി പോകുന്ന വകയിലേക്ക് ഈ തുരങ്കപ്പാത ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലോ ഞങ്ങൾക്ക് വേണ്ട ചികിത്സ മെഡിക്കൽ കോളേജിൽ വേഗം കിട്ടും. കാരണം മാനന്തവാടിക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു 10-60 കിലോമീറ്റർ പോകണം. അതേസമയം ഈ തുരങ്കപ്പാത വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 20-25 അല്ല ഒരു 50 മിനിറ്റ് കൊണ്ട് ഞാൻ കോളേജ് പിടിക്കാം. അത്രയും യാഥാർത്ഥമായിട്ടുള്ളൊരു സ്വപ്ന പദ്ധതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. തുരങ്കം ആരംഭിക്കുന്ന മേപ്പാടി മീനാക്ഷിക്കുന്നിലേക്കുള്ള റോഡ് നിർമ്മാണവും ക്രഷറുകളുടെ പ്രവൃത്തിയും ത്വരിതഗതിയിൽ നടക്കുകയാണ്. തുരങ്കപാത നിർമ്മാണത്തിന് ഭീമൻപാറ തുരക്കാനുള്ള റോക്ക് ഡ്രിൽ ബൂമർ എത്തിച്ചു കഴിഞ്ഞു. ആനക്കാമ്പൊയിൽ ഭാഗത്തും മെഷീനറികൾ എത്തിച്ചു തുടങ്ങി. വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ പറയുന്നത്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് വന്നാൽ നമ്മുടെ വയനാടിന്, പ്രത്യേകിച്ച് കേരളത്തിനും വയനാടിന് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ തന്നെ വളരെയധികം കുതിച്ച് ചാട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. കട്ട് ആൻഡ് കവർ രീതിയിൽ ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയിലാണ് നിർമ്മാണം നടത്തുക. കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. വയനാടിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇരട്ട തുരങ്കപാത വരുന്നതോടുകൂടി യാത്ര പ്രശ്നം മാത്രമല്ല പരിഹരിക്കപ്പെടുക, വയനാടിന്റെ വാണിജ്യ, വ്യവസായ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടുകയാണ്. 2043 കോടി രൂപ ചെലവഴിച്ച് സർക്കാർ കൊണ്ടുവരുന്ന ഈ സ്വപ്ന പദ്ധതി ഏറെ വിജയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കള്ളാടിയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.